ഹായ് എവരി വൺ, മെറ്റൽ കാർബണൈലിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണിത്. ട്രാൻസിഷൻ മെറ്റലിനോട് കാർബണൈൽ ലിഗാൻഡ്സ് ചേർന്ന് വരുന്ന കോംപ്ലക്സുകളെയാണ് മെറ്റൽ കാർബണൈൽ കോംപ്ലക്സുകൾ എന്ന് പറയുന്നത്. കാർബണൈൽ ഗ്രൂപ്പിൻ്റെ ഹോമോ ഓർബിറ്റലിലുള്ള ലോൺ പെയർസാണ് ട്രാൻസിഷൻ മെറ്റലിൻ്റെ വാക്കൻ്റ് ഡി ഓർബിറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നത്. ഈ ഡൊണേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ബോണ്ടാണ് സിഗ്മ ബോണ്ട്. ഇനി തിരിച്ച് ഫിൽഡ് ആയിട്ടുള്ള മെറ്റലിൻ്റെ ഡി ഓർബിറ്റലിൽ നിന്നും വാക്കൻ്റ് ആയിട്ടുള്ള കാർബണൈലിൻ്റെ പൈ സ്റ്റാർ ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ബോണ്ടിനെ പൈ ബാക്ക് ബോണ്ടിങ് എന്ന് പറയുന്നു. മെറ്റൽ കാർബണൈലിനെ ജനറലായിട്ട് MCO എന്ന് ഡിനോട്ട് ചെയ്യുന്നു. കാർബണിൽ നിന്ന് മെറ്റലിലേക്ക് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മെറ്റലിന് നെഗറ്റീവ് ചാർജും ഓക്ക് പോസിറ്റീവ് ചാർജും കിട്ടുന്നു. ബാക്ക് ബോണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് മെറ്റലിൽ നിന്ന് തിരിച്ച് കാർബണിലേക്ക് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യപ്പെടുമ്പോൾ മെറ്റലിനും കാർബണിനും ഇടയ്ക്ക് ഒരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ രൂപപ്പെടുന്നുണ്ട്. ഇതേ സമയം C ട്രിപ്പിൾ ബോണ്ട് O C ഡബിൾ ബോണ്ട് O ആയിട്ട് മാറുന്നു. ഇത് സ്റ്റേബിൾ അല്ല. വീണ്ടും ഇത് റീഫോം ചെയ്ത് മെറ്റൽ പ്ലസ് ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് O മൈനസ് ആയിട്ട് മാറുന്നു. മെറ്റൽ കാർബണൈലിൻ്റെ റെസണൻസ് സ്ട്രക്ചറാണ് ഈ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഇനി പൈ ബാക്ക് ബോണ്ടിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെറ്റലിൽ നിന്നും കാർബണൈലിലേക്ക് പൈ ബാക്ക് ബോണ്ടിങ് നടക്കുന്നത് കൊണ്ട് മെറ്റൽ കാർബൺ ബോണ്ട് സ്ട്രോങ് ആയിരിക്കും. അതേസമയം മെറ്റൽ കാർബണൈൽ ബോണ്ടിൻ്റെ ലെങ്ത് കുറവായിരിക്കും. മെറ്റൽ കാർബണൈൽ ബോണ്ട് സ്ട്രോങ് ആയതുകൊണ്ട് CO ബോണ്ട് വീക്ക് ആകുന്നു. അതിൻ്റെ ഫലമായിട്ട് CO ബോണ്ട് ലെങ്ത് കൂടുന്നു. മെറ്റൽ കാർബണൈൽസിൻ്റെ കണ്ടൻറ്റ് ഇത്രയാണ്. അപ്പോൾ ഈ കണ്ടൻറ്റ് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചോദിച്ചാൽ ആ രീതിയിൽ അതിനെ സമീപിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ബാക്ക് ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സിൽ നിന്നുമാണ് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ഓൾട്ടർനേറ്റ് ആയിട്ട് ചോദിച്ചു കാണാറുള്ളത്. ഓരോ ഫാക്ടേഴ്സിൻ്റെയും ഡയറക്റ്റ് ഹിൻ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും ആലോചിക്കാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് കഴിയും. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് ചാർജ് ഓൺ മെറ്റൽ. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആയിട്ടുള്ള കോംപ്ലക്സുകളിൽ, അതായത് അവയുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആയിരിക്കണം. അപ്പോൾ അത്തരം കേസുകളിൽ നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ആയിരിക്കും ക്വസ്റ്റ്യനിൽ ഓരോ കോംപ്ലക്സിനും തന്നിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ നെഗറ്റീവ് ചാർജ് പൈ ബാക്ക് ബോണ്ടിങ്ങിനെ ഇൻക്രീസ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിക്കോണം. അതേസമയം പോസിറ്റീവ് ചാർജ് ബാക്ക് പൈ ബോണ്ടിങ്ങിനെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തന്നിട്ടുള്ള കോംപ്ലക്സുകളിലെല്ലാം തന്നെ 18 ഇലക്ട്രോണിന് ഫോളോ ചെയ്യുന്നവയാണ്, അതായത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത് നെഗറ്റീവ് ചാർജ് മാക്സിമം മാർക്കാണ്, പോസിറ്റീവ് ചാർജ് മാക്സിമം മാർക്കാണ്. 4 നെഗറ്റീവാണ് തന്നിട്ടുള്ളതിൽ മാക്സിമം നെഗറ്റീവ് ചാർജ്. അതുകൊണ്ട് തന്നെ ബാക്ക് പൈ ബോണ്ടിങ് 4 നെഗറ്റീവുള്ള കോംപ്ലക്സിന് ഇൻക്രീസ്ഡ് ആയിരിക്കും. അതേസമയം പോസിറ്റീവ് ചാർജ് കൂടുതലുള്ളത് CuCO4 +1 ആണ് ചാർജ്. അന്നേരം ലീസ്റ്റ് പൈ ബാക്ക് ബോണ്ടിങ് ആയിരിക്കും അവിടെ നടക്കുക. ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക, പൈ ബാക്ക് ബോണ്ടിങ്ങിൻ്റെ സെയിം ഓർഡർ തന്നെയായിരിക്കും മെറ്റൽ കാർബൺ ബോണ്ടിങ്ങിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ഓർഡറും. എന്നാൽ CO ബോണ്ടിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ ഇതിന് നേരെ റിവേഴ്സ്ഡ് ആയിരിക്കും. ഇനി കൺക്ലൂഷൻ നോക്കാം. പൈ ബാക്ക് ബോണ്ടിങ് കൂടുന്നതിനനുസരിച്ച് മെറ്റൽ കാർബൺ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടുന്നു. ബോണ്ട് ലെങ്ത് കുറയുകയാണ് ചെയ്യുന്നത്. അതേസമയം CO ബോണ്ട് സ്ട്രെങ്ത് കുറയുന്നു, പക്ഷെ അതിൻ്റെ ബോണ്ട് ലെങ്ത് കൂടുന്നു. രണ്ടാമത്തെ ഫാക്ടർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. കൂടിയ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ പൈ ബാക്ക് ബോണ്ടിങ്ങും കുറയുന്നു. ടൈറ്റാനിയത്തിൻ്റെ 4 വ്യത്യസ്ത കോംപ്ലക്സുകൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റാനിയം +1 D3ഉം ടൈറ്റാനിയം +2 D2ഉം ടൈറ്റാനിയം +3 D1ഉം ടൈറ്റാനിയം +4 D0 ആണ്. അതായത് ഇലക്ട്രോൺ ഡെൻസിറ്റി ഏറ്റവും കുറവ് ടൈറ്റാനിയം +4 അതുകൊണ്ട് തന്നെ +4 ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് നമുക്ക് പറയാം ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ട് പൈ ബാക്ക് ബോണ്ടിങ് വളരെ കുറവായിരിക്കും. ഇനി ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള ആൾക്കോ ഹയസ്റ്റ് ബാക്ക് പൈ ബോണ്ടിങ് ആയിരിക്കും. അടുത്ത ഫാക്ടർ ഫ്രീക്വൻസിയാണ്. ന്യൂ ആണ് സിമ്പിൾ. നാം മുന്നേ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ് ന്യൂ = 1/2π√k/μ. k എന്ന് പറയുന്നത് ബോണ്ട് സ്ട്രെങ്ത് ആണ്, μ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് മാസ് ആണ്. സോ ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ഒരു റിലേഷൻ കിട്ടുകയാണ്, ന്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത്. തന്നിട്ടുള്ള കോംപ്ലക്സുകൾ നോക്കി, ഇവിടെയും എല്ലാം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ഇവിടെയും ചാർജ് -0 2 +1 ആണ്. കുറച്ച് മുന്നേ നമ്മൾ കണ്ടതേ ഉള്ളൂ. ഗ്രേറ്റർ നെഗറ്റീവ് ചാർജുള്ള ആൾക്ക് പൈ ബാക്ക് ബോണ്ടിങ് കൂടുതലായിരിക്കും, ഗ്രേറ്റർ പോസിറ്റീവ് ചാർജുള്ള ആൾക്ക് പൈ ബാക്ക് ബോണ്ടിങ് ലീസ്റ്റ് ആയിരിക്കും.
അപ്പോൾ പൈ ബാക്ക് ബോണ്ടിങ്ങിൻ്റെ ഓർഡർ നമ്മൾ എഴുതിയതിന് ശേഷം നമുക്കറിയാം സെയിം ഓർഡറാണ് മെറ്റൽ കാർബണൈൽ ബോണ്ട് സ്ട്രെങ്തിനും ഉള്ളത്. ഇതേ ഓർഡർ തന്നെയാണ് മെറ്റൽ കാർബണൈലിൻ്റെ ഫ്രീക്വൻസിക്കും ഉള്ളത്. എന്നാൽ സിഒയുടെ ഫ്രീക്വൻസി ഇവയ്ക്കെല്ലാം റിവേഴ്സ്ഡ് ആയിരിക്കും. കൺക്ലൂഷൻ ഇതാണ്, ഫ്രീക്വൻസി ബോണ്ട് സ്ട്രെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ബോണ്ട് സ്ട്രെങ്ത് പൈ ബാക്ക് ബോണ്ടിങ്ങിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എപ്പോഴാണ്? മെറ്റൽ കാർബണൈലിൻ്റെ ബോണ്ട് സ്ട്രെങ്ത് മാത്രമാണ് പൈ ബാക്ക് ബോണ്ടിങ്ങിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. എന്നാൽ സിഒയുടെ ബോണ്ട് സ്ട്രെങ്ത് പൈ ബാക്ക് ബോണ്ടിങ്ങിൻ്റെ ഓർഡറിന് റിവേഴ്സ് ആയിരിക്കും. ഇനി അടുത്ത ഫാക്ടർ ഫോസ്ഫിൻ ലിഗാൻസ് അല്ലെങ്കിൽ സ്പെക്ടേറ്റർ ലിഗാൻസ്. ഇത്രയും നേരം നമ്മൾ മെറ്റൽ കാർബണൈൽ കോമ്പൗണ്ട്സ് മാത്രമാണ് കണ്ടു കഴിഞ്ഞത്. ഇനി ഈ കേസിൽ മെറ്റലിനെ അറ്റാച്ച് ചെയ്ത് മറ്റ് 3 ലിഗാൻസ് കൂടി ഉണ്ട്. ഈ ലിഗാൻസിനെ സ്പെക്ടേറ്റർ ലിഗാൻസ് എന്നാണ് പറയുന്നത്. സ്പെക്ടേറ്ററിൻ്റെ മീനിങ് കാഴ്ചക്കാർ എന്നാണ്. ജനറലി ലിഗാൻസ് PR3 ഫോമിലായിരിക്കും. അതായത് ഫോസ്ഫിൻ ലിഗാൻസ് ആണ് ഇവിടെ ലിഗാൻഡായിട്ട് എപ്പോഴും കാണപ്പെടുന്നത്. ഇനി ലിഗാൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ലിഗാൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണുക. അപ്പോൾ ലിഗാൻഡ് സിഗ്മ ഡോണർ ഉണ്ട്, പൈ അക്സെപ്റ്റർ ഉണ്ട്, പൈ ഡോണേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ സിഗ്മ ഡോണറും പൈ അക്സെപ്റ്ററും കേസാണ് നോക്കുന്നത്. സിഗ്മ ഡോണർ ആയിട്ടുള്ള ഒരു ലിഗാൻഡ് ആണെങ്കിൽ പൈ ബാക്ക് ബോണ്ടിങ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം പൈ അക്സെപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഡിക്രീസ് ചെയ്യിക്കും. ഇനി ലിഗാൻഡ് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിലോ പൈ ബാക്ക് ബോണ്ടിങ്ങിനെ ഇൻക്രീസ് ചെയ്യിക്കും. അതേസമയം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ പൈ ബാക്ക് ബോണ്ടിങ്ങിനെ ഡിക്രീസ് ചെയ്യിക്കും. അപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു, അത് ശരിക്കും നമ്മളൊരു ഡോണർ എബിലിറ്റീന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതേസമയം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി പൈ ബാക്ക് ബോണ്ടിങ്ങിൻ്റെ ഓർഡർ നോക്കാം. മെറ്റലിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലിഗാൻഡുകൾ ആൽക്കിൽ ഗ്രൂപ്പുകളാണെന്നുണ്ടെങ്കിൽ അവയ്ക്കായിരിക്കും മാക്സിമം പൈ ബാക്ക് ബോണ്ടിങ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് അരൈൽ ഗ്രൂപ്പ്സിന്, പിന്നീട് ആൽക്കോക്സൈഡ്, അവസാനം ഹാലൈഡ് ഗ്രൂപ്പുകൾക്ക് PET ത്രൈസ്, P-methyl ത്രൈസ്, P-phenyl-3, POET ത്രൈസ്, POMe ത്രൈസ്, POPG ത്രൈസ്, PCl3, PF3. ഇതാണ് ബാക്ക് പൈ ബോണ്ടിങ്ങിൻ്റെ ഓർഡർ. PET ത്രൈസിനാണ് മാക്സിമം പൈ ബോണ്ടിങ് ഓർഡർ, PF3ക്ക് ലീസ്റ്റ് പൈ ബോണ്ടിങ് ഓർഡർ. പൈ ബാക്ക് ബോണ്ടിങ് കൂടിയ നമ്മുടെ PET ത്രൈസ്, PCH3s ഇവയൊക്കെ സ്ട്രോങ് സിഗ്മ ഡോണേഴ്സ് ആണ്. അതേസമയം പൈ ബാക്ക് ബോണ്ടിങ് ലീസ്റ്റ് ആയിട്ടുള്ള PCl3, PF3 എന്നിവയൊക്കെ സ്ട്രോങ് പൈ അക്സെപ്റ്റേഴ്സ് ആണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് മെറ്റലിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പൈ ബാക്ക് ബോണ്ടിങ് വളരെയധികം ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതേസമയം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിലോ മെറ്റലിൽ നിന്നുള്ള ഇലക്ട്രോൺസിനെ അവ വിഡ്രോ ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ പൈ ബാക്ക് ബോണ്ടിങ്ങിൻ്റെ ആ ഒരു തീവ്രത വളരെ കുറവായിരിക്കും. സിഗ്മ ഡോണേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് മെറ്റലിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ പൈ ബാക്ക് ബോണ്ടിങ് ഹയർ ആയിരിക്കും. അന്നേരം CO ബോണ്ട് വീക്കായിരിക്കും. അതുപോലെ തന്നെ ന്യൂ COയും കുറഞ്ഞിരിക്കും. മെറ്റലിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലിഗാൻസ് പൈ അക്സെപ്റ്റേഴ്സോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പോ ആണെന്നുണ്ടെങ്കിൽ പൈ ബാക്ക് ബോണ്ടിങ് ലോവർ ആയിരിക്കും എന്ന് പറഞ്ഞു. അതായത് മെറ്റൽ കാർബൺ ബോണ്ട് വീക്ക് ആയിരിക്കും. അന്നേരം CO ബോണ്ട് സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ന്യൂ CO ഇൻക്രീസ് ചെയ്യുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയുന്നത്. വിച്ച് ഹാസ് മോർ ഡോണർ എബിലിറ്റി? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം പൈ ബാക്ക് ബോണ്ടിങ്ങിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ആൽക്കൈൽ, അരൈൽ, പിന്നീട് ആൽക്കോക്സൈഡ്, ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് ഹാലൈഡ് ആണ്. തന്നിട്ടുള്ളതിൽ ആൽക്കൈലും അരൈലും ഗ്രൂപ്പുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആൽക്കൈലും അരൈലിനെ നമുക്കറിയാം ഓർഡർ എങ്ങനെയാണെന്നുള്ളത്. അത് വെച്ച് അറേഞ്ച് ചെയ്യാണ്. 3 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം പൈ ബോണ്ടിങ് ഓർഡർ PME3 ആയിരിക്കും. അത് കഴിഞ്ഞ് ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കുറയുന്നതിനനുസരിച്ച് പൈ ബാക്ക് ബോണ്ടിങ്ങും കുറയുന്നു. 2 ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രമാണ് രണ്ടാമത്തെ ലിഗാൻഡിലുള്ളത്. എന്നാൽ മൂന്നാമത്തെ ലിഗാൻഡിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രമാണുള്ളത്. അതുകൊണ്ട് അത് 3rd പൊസിഷനിൽ വന്നു. ലാസ്റ്റ് PPH3 ഒരു അരൈൽ ലിഗാൻഡ് ആയതുകൊണ്ട് പൈ ബാക്ക് ബോണ്ടിങ് ഏറ്റവും ലീസ്റ്റ് PPH3 ആയിരിക്കും. അടുത്തത് മാച്ച് ദി കോളാണ്. ഇവിടെ സ്പെക്ടേറ്റർ ലിഗാൻസും ന്യൂ സീറോ വാല്യൂം തന്നിട്ടുണ്ട്. പരസ്പരം മാച്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മുകളിലത്തെ ക്വസ്റ്റ്യൻ ചെയ്ത അതേ ഫോർമാറ്റ് തന്നെയാണ്. പൈ ബാക്ക് ബോണ്ടിങ് ഓർഡർ ആണ്. അന്നേരം CO ബോണ്ട് വീക്കാവും. CO ബോണ്ട് വീക്കായി കഴിഞ്ഞാൽ ന്യൂ COയും ഡിക്രീസ് ചെയ്യും. പൈ ബാക്ക് ബോണ്ടിങ്ങിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. പൈ ബാക്ക് ബോണ്ട് കൂടുതലുള്ള COയ്ക്ക് ന്യൂ CO കൂടുതലായിരിക്കും. അതനുസരിച്ച് Aയുടെ വാല്യൂ 3, Bയുടെ വാല്യൂ 4, Cയുടെ വാല്യൂ 1, Dയുടെ വാല്യൂ 2 എന്ന് കിട്ടും. ഇനി അടുത്ത ഒരു ഫാക്ടറാണ് മെറ്റൽ ഒൾഫീൻ കോംപ്ലക്സസ്. മെറ്റൽ കാർബണിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു മെറ്റൽ C ട്രിപ്പിൾ ബോണ്ട് O. മെറ്റൽ ഒൾഫീൻ ആകുമ്പോൾ മെറ്റൽ ഡയറക്ട്ലി ആൽക്കീനിലാണ്, ആൽക്കീൻ്റെ ഡബിൾ ബോണ്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്ക് ബോണ്ടിങ് നടക്കുന്ന സമയത്ത് ഇവിടെ
MC ബോണ്ട് സ്ട്രോങ് ആവും. നേരത്തെ CO ബോണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ CC ബോണ്ടായിരിക്കും, അത് വീക്കായി മാറുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഇലക്ട്രോൺ എപ്പോഴാണ് ഒരു പൈ സ്റ്റാർ ഓർബിറ്റലിലോട്ട് എൻട്രി ചെയ്യുന്നത് അന്നേരം അവിടെ ബോണ്ട് ഓർഡർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ബോണ്ട് ഓർഡർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബോണ്ട് വീക്കൻ ചെയ്യും. ബോണ്ട് വീക്കൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ഇനി ഒലിഫീൻ എന്ന് പറയുന്നത് ആൽക്കീൻ തന്നെയാണ്. അപ്പോൾ ആൽക്കീനിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്ക് ബോണ്ടിങ് ഇൻക്രീസ് ചെയ്യും. തന്നിട്ടുള്ള പിക്ചറിൽ നോക്കിയാൽ മെറ്റിൽ നിന്നും ആൽക്കീൻ്റെ പൈ ബോണ്ടിലേക്കാണ് പൈ ബാക്ക് ബോണ്ടിങ് നടക്കുന്നത്. അന്നേരം ആൽക്കീനിലുള്ള സയനൈഡും ഫ്ലൂറിനും ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആണ്. അവ എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ അവയിലേക്ക് വിഡ്രോ ചെയ്ത് എടുക്കുന്നത് കൊണ്ട് മെറ്റൽ കാർബണൽ ബോണ്ട് സ്ട്രോങ് ആവും. അന്നേരം CC ബോണ്ട് വീക്ക് ആവും. CC ബോണ്ട് വീക്കായി കഴിഞ്ഞാൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ 2 കേസാണ് നമ്മൾ കണ്ടത്. അതായത് ഫോസ്ഫിൻ ലിഗാൻസിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നപ്പോൾ ബാക്ക് ബോണ്ടിങ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് മെറ്റൽ ഒലിഫീൻ കോംപ്ലക്സിൽ വന്നപ്പോൾ ബാക്ക് ബോണ്ടിങ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. 6ാമത്തെ ഒരു സ്പെഷ്യൽ കേസാണ്. നമ്മുടെ മെറ്റൽ കാർബണൽ കോംപ്ലക്സിൽ 2 കാർബണൽ ഗ്രൂപ്പും അവയുടെ ഓപ്പോസിറ്റ് ട്രാൻസ് ഗ്രൂപ്പും ഉണ്ടെന്ന് കരുതുക. ഏത് മെറ്റൽ കാർബണലിനായിരിക്കും ലെങ്ത് കുറവ് അല്ലെങ്കിൽ ലെങ്ത് കൂടുതൽ എങ്ങനെ കണ്ടുപിടിക്കും? അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊസീജിയർ തന്നിരിക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ 2 കാർബണൽ ഗ്രൂപ്പിൻ്റെയും ട്രാൻസ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ഗ്രൂപ്പിലും സിഗ്മ ഡോണർ മാത്രമാണോ അതോ സിഗ്മ ഡോണറും പൈ അക്സെപ്റ്ററും കൂടി ചേർന്നതാണോ ലിഗാൻഡ് എന്നുള്ളത് നോക്കുക. സിഗ്മ ഡോണറും പൈ അക്സെപ്റ്ററുമായിട്ടുള്ള ലിഗാൻഡിനാണ് പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ പ്രയോറിറ്റി ഉള്ള ലിഗാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള മെറ്റൽ കാർബണൽ ഗ്രൂപ്പിനായിരിക്കും ബാക്ക് പൈ ബോണ്ടിങ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മെറ്റൽ കാർബണൽ ബോണ്ട് സ്ട്രോങ് ആകുകയും മെറ്റൽ കാർബണൽ ബോണ്ടിൻ്റെ ലെങ്ത് കുറയുകയും ചെയ്യുന്നു. ഇവിടെ ക്ലോറിനാണ് സിഗ്മ ഡോണറും പൈ അക്സെപ്റ്ററായിട്ട് കാർബണൽ ഗ്രൂപ്പിന് ട്രാൻസ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അതിന് ട്രാൻസ് ആയിട്ടുള്ള മെറ്റൽ കാർബണൈൽ ബോണ്ടിൻ്റെ ലെങ്ത് കുറവായിരിക്കും. പൈ ബാക്ക് ബോണ്ടിങ്ങിൻ്റെ കുറച്ചധികം ആപ്ലിക്കേഷൻസ് കണ്ടു. ഇനി നമുക്ക് മെറ്റൽ കാർബണൈൽസിൻ്റെ കുറച്ചധികം ഫീച്ചേഴ്സ് നോക്കാം. മെറ്റൽ കാർബണൈൽസ് എല്ലാം തന്നെ കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. അവയിൽ എന്തുണ്ട്, ട്രാൻസിഷൻ മെറ്റലും കാർബണൽ ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മെറ്റലിൻ്റെ പ്രത്യേകത അവ ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും. നമ്മുടെ കാർബണൈൽ ലിഗാൻസ് ന്യൂട്രൽ ലിഗാൻസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. എല്ലാ കോമ്പൗണ്ട്സും 18 ഇലക്ട്രോൺ റൂൾ ഫോളോ ചെയ്യും. കാർബണലിൻ്റെ ബൈൻഡിങ് മോഡ്സ് ആണ് ഇനി നോക്കുന്നത്. ഫ്രീ CO ഉണ്ട്, ടെർമിനൽ CO ഉണ്ട്, μ2 ബ്രിഡ്ജിങ് CO, μ3 ബ്രിഡ്ജിങ് CO. ഇവ രണ്ടും സിമെട്രിക് ബ്രിഡ്ജിങ് എന്നറിയപ്പെടുന്നു. ഇനി സെമി ബ്രിഡ്ജിങ് CO ഉണ്ട്, ഇവ അസിമെട്രിക്കൽ CO എന്നറിയപ്പെടുന്നു. ഇവയുടെയൊക്കെ റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബ്രിഡ്ജിങ് സമയത്ത് ഒരു കാർബണൽ ഗ്രൂപ്പ് 2 മെറ്റലുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ μ2 ആവും. 3 മെറ്റലുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് μ3 ബ്രിഡ്ജിങ് ആവും. അന്നേരം 3 മെറ്റൽസും പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സെമി ബ്രിഡ്ജിങ്ങിൽ കാർബണൈൽ ഗ്രൂപ്പ് ഒരു മെറ്റലിനെ മാത്രം പകുതിയായിട്ട് ബ്രിഡ്ജ് ചെയ്ത് നിൽക്കും. കാർബണൈൽസും അവയുടെ IR സ്പെക്ട്രയും. CO വൈബ്രേഷനെ ഡിനോട്ട് ചെയ്യുന്നത് µCO എന്നാണ്. ഫ്രീ ആയിട്ടുള്ള COയുടെ ന്യൂ വാല്യൂ 2143 2143 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ടെർമിനൽ CO ഗ്രൂപ്പ്സിൻ്റെ ന്യൂ വാല്യൂ 1880 മുതൽ 2120 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് വരെയാണ്. അതേസമയം സിമെട്രിക് μ2 COന് 1700 മുതൽ 1860 സെൻറ്റിമീറ്റർ ഇൻവേഴ്സും μ3 COക്ക് 1600 മുതൽ 1700 സെൻറ്റിമീറ്റർ ഇൻവേഴ്സും വരെയാണ്. ടെർമിനൽ COയ്ക്ക് ആയിരിക്കും വൈബ്രേഷൻ ഫ്രീക്വൻസി മാക്സിമം. അത് കഴിഞ്ഞാൽ μ2 CO, അത് കഴിഞ്ഞാൽ μ3 CO. ഇനി കുറച്ചധികം നോട്ട്സുകളാണ്. ആദ്യത്തെ നോട്ട്സിൽ പറയുന്നത് അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് µCOയും കൂടുന്നു. തന്നിട്ടുള്ളത് ഒരു 3D ട്രാൻസിഷൻ കോംപ്ലക്സുകളാണ്. അവയുടെ അറ്റോമിക് നമ്പർ 24, 26, 28 എന്നാണ്. 24 ഉള്ള ആൾക്ക് µ0യുടെ വാല്യൂ വളരെ കുറവും 28 ഉള്ള ആൾക്ക് µ0യുടെ വാല്യൂ മറ്റുള്ളവയെക്കാളും കൂടുതലുമാണ്. രണ്ടാമത്തെ കേസ് നോക്കാം. നമ്പർ ഓഫ് കാർബണൈൽ ഗ്രൂപ്പ് സെയിം ആണെന്നുണ്ടെങ്കിൽ ചാർജ് ഓൺ മെറ്റൽ കാർബണൈൽ ആയിരിക്കും µCOയുടെ വാല്യൂവിനെ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ മെറ്റൽ കാർബണൈലിന് നെഗറ്റീവ് ചാർജ് മാക്സിമം ആണെന്നുണ്ടെങ്കിൽ അതിന് µCO ലോവസ്റ്റ് ആയിരിക്കും. മോർ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ളതിന് ഇലക്ട്രോൺ ഡൊണേഷൻ മെറ്റൽ ടു CO എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കും. അതുകൊണ്ടാണ് വൈബ്രേഷൻ ഫ്രീക്വൻസി ലോവറായി മാറുന്നത്. തന്നിട്ടുള്ള കോംപ്ലക്സ് ഒരു എക്സാമ്പിളിനായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. µCOയുടെ വാല്യൂ -2ന് വളരെ കുറവും 2+ ചാർജ് ഉള്ളതിന് മാക്സിമവുമാണ്. മൂന്നാമത്തെ നോട്ടിൽ പറയുന്നത്
മുന്നേ കണ്ട കണക്ക് നെഗറ്റീവ് ചാർജ് മെറ്റലിൽ നിന്നും കാർബണയിലേക്ക് പോകുന്ന ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെ ഫേവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജ് റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസ് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെ ഡിക്രീസ് ചെയ്യുന്നു എന്ന് കണ്ടു. അതായത് അതിനർത്ഥം ബോണ്ട് ഓർഡർ അവിടെ ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ്. മുകളിലത്തെ എക്സാമ്പിളിൽ 2+നായിരിക്കും ഹൈ ബോണ്ട് ഓർഡർ, അതേസമയം 2- ലീസ്റ്റ് ബോണ്ട് ഓർഡർ ആയിരിക്കും. നാലാമത്തെ നോട്ട്സിൽ പറയുന്നത് സിമ്മട്രിക്കൽ സ്ട്രക്ചേഴ്സ് കൂടുന്തോറും സിഒയുടെ IR സ്പെക്ട്രയിൽ ഒബ്സർവ് ചെയ്യുന്ന സ്ട്രെച്ചസിൻ്റെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണോ കാർബണൽ ലിഗാൻഡ്സ് പരസ്പരം സിസ് ഫോർമാറ്റിൽ ഇരിക്കുന്നത് അവയുടെ സിമ്മട്രിക് അസിമെട്രിക് സ്ട്രെച്ചിൽ ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് ഇൻവോൾവ് ആവുന്നുണ്ട്. അതുകൊണ്ട് അവിടെ 2 പീക്സ് ആണ് കിട്ടുന്നത്. ട്രാൻസ്ഫോമിലിരിക്കുന്ന CO ലിഗാൻഡ്സിന് ഒരു സെൻറ്റർ ഓഫ് സിമ്മട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്മട്രിക്കൽ സ്ട്രെച്ചിന് ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് കാണില്ല, അതായത് IR ഇനാക്റ്റീവ് ആയിരിക്കും. അതേസമയം അസിമെട്രിക് സ്ട്രെച്ച് IR സ്പെക്ട്രത്തിൽ കാണാൻ കഴിയും, അതുകൊണ്ട് ഒരു പീക്ക് കിട്ടുന്നു. ഒരു സിമെട്രിക് സ്ട്രെച്ചും അസിമെട്രിക് സ്ട്രെച്ചുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത് അവയുടെ റിസൾട്ടൻ്റ് വാല്യൂ ആണ്. മെറ്റൽ കാർബണൈൽസിൻ്റെ സിന്തസിസ് അല്ലെങ്കിൽ അവയുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് കാർബണൈൽ ഗ്രൂപ്പ്സിനെ മെറ്റലുമായിട്ട് ഡയറക്റ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്നതാണ്. നിക്കലിനെ 4 CO ആയിട്ട് കമ്പൈൻ ചെയ്ത് 1 ബാർ 55 ഡിഗ്രി സെൽഷ്യസിൽ റിയാക്ട് ചെയ്യിക്കുമ്പോൾ നിക്കൽ ടെട്രാ കാർബണൈൽ കിട്ടുന്നു. അതേസമയം അയണിനെ 5 CO ആയിട്ട് കമ്പൈൻ ചെയ്യിച്ച് 100 ബാർ 175 ഡിഗ്രി സെൽഷ്യസിൽ റിയാക്ട് ചെയ്യിക്കുമ്പോഴാണ് അയൺ പെൻറ്റാ കാർബണൈൽ കിട്ടുന്നത്. രണ്ടാമത്തെ മെത്തേഡ് റിഡക്റ്റീവ് കാർബണൈലേഷൻ ആണ്. അതായത് മെറ്റൽ സാൾട്ട്സ് അല്ലെങ്കിൽ ഓക്സൈഡ്സിനെ റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ച് റിഡക്ഷൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവയ്ക്കുള്ള എക്സാമ്പിൾസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ക്രോമിയം Cl3+ 6CO+ Al ആണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജൻറ്റ്. നമുക്ക് ക്രോമിയം ഹെക്സാ കാർബണൈൽ കിട്ടുന്നു, അതോടൊപ്പം AlCl3 കിട്ടുന്നതാണ്. ഇനി ഇവിടെ CO സ്വയം റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും റിയാക്ട് Re2O7 റിയാക്ട് ചെയ്യുമ്പോഴാണ് Re2CO10+ 7CO2 എന്ന റിയാക്ഷൻ ഉണ്ടാകുന്നത്. ഇനി കോപ്പർ ഒരു റെഡ്യൂസിങ് ഏജൻ്റ് ആയി കഴിഞ്ഞാൽ 2 Cobalt I2+ 8 CO+ 4 Cu റിയാക്ട് ചെയ്തിട്ട് CO2 CO8+ 4 Cu ആയി ഉണ്ടാകുന്നു. മൂന്നാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് തെർമൽ അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ഓഫ് ബൈനറി കാർബണൈൽസ് ആണ്. ബൈനറി കാർബണൈൽസ് എന്ന് വെച്ചാൽ 2 മെറ്റൽ ന്യൂക്ലിയസ് അവിടെ കാണപ്പെടുന്നുണ്ട്. ഇനി 2 അയൺ പെൻറ്റാ കാർബണൈൽസിനെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ അയൺ 2 CO9+ CO കിട്ടുന്നു. അതേസമയം തെർമൽ റിയാക്ഷനിലാണ് 3 FeCO5നെ നമ്മൾ റിയാക്ട് ചെയ്യിക്കുന്നതെങ്കിൽ Fe3CO12+ 3 CO കിട്ടുന്നു. നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ തന്നെയാണ്. അതായത് റിഡക്റ്റീവ് കാർബണൈലേഷനിൽ നമ്മൾ രണ്ടാമത്തെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അത് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസിൽ പറയാൻ കഴിയും. ഇവിടെ റെഡ്യൂസിങ് ഏജൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ IrCl3 2 IrCl3+ 11 CO ഗീവ്സ് Ir2CO8+ 3 COCl2. മെറ്റൽ കോമ്പൗണ്ട്സിനെ നമ്മളിവിടെ ഡയറക്റ്റ്ലി CO ആയിട്ട് റിയാക്ട് ചെയ്യിച്ചാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഇത്രയാണ് മെറ്റൽ കാർബണൈൽസിൻ്റെ സിന്തസിസ് അല്ലെങ്കിൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ്. മെറ്റൽ കാർബണൈൽസിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.